ഒരു വശത്ത് നമ്മൾ കേട്ടത് ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രന്റെ നെഞ്ചുപൊട്ടുന്ന വാക്കുകളാണ്. മറുഭാഗത്ത് നമ്മൾ കേട്ടത് യൂത്ത് കോൺഗ്രസിന്റെ കൊലവിളിയാണ്. ആ കൊലവിളിയിൽ അവർ പറയുന്നത് എന്താണ്? ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല, അത് ഞങ്ങളുടെ കൈകളിൽ ഇപ്പോഴും ഉണ്ടെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? ധീരജനെ കുത്തിക്കൊലപ്പെടുത്തിയത് ഞങ്ങളാണെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? അവരാണ് ആ കൊലപാതകം ചെയ്തതെന്ന് പറയാൻ ആ അച്ഛനെയും അമ്മയെയും കൊല്ലുകയാണ് ഈ കാട്ടാളന്മാർ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മുദ്രാവാക്യം വിളിച്ചത് പ്രവർത്തകരാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഡീൻ കുര്യാക്കോസ് ഇടുക്കി MP ആണ്. ചോദിച്ചു, നിങ്ങൾ ഈ ധീരജിൻ്റെ കൊലപാതകികളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഡീൻ കുര്യാക്കോസ് പറഞ്ഞൊരു മറുപടിയുണ്ട്, അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്ന്. ആ സംരക്ഷണം ഇനിയും തുടരുമെന്നാണ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു വെക്കുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അതുമാത്രമല്ല, ആ കൊലപാതകത്തിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് ഉത്തരവാദിത്തപ്പെട്ട പദവികൾ നൽകി ആദരിക്കുന്നതും നമ്മൾ കണ്ടതല്ലേ. ഡീൻ കുര്യാക്കോസിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് അവർ അവരെ ആരും വിളിച്ചു വെച്ചിട്ടില്ലല്ലോ. അവർ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമാണ്. ആ നേതാക്കന്മാരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്തിന്റെ പേരിലാണ്? അതിനെ ശരിവെക്കുന്നതാണ് നിങ്ങളുടെ പോലീസ് അന്വേഷണം. ഈ പറയപ്പെടുന്ന നിങ്ങളിപ്പോ കത്തിയെ കുറിച്ചോ, ഞാൻ ആ കത്തി എവിടെയെന്ന് ആ പോലീസ് ഒന്ന് കാണിച്ചു തരട്ടെ. ഒരു വെറുതെ ചുമ്മാ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് മുദ്രാവാക്യം. പറഞ്ഞ ആളോട് പോയി ചോദിക്കുക, അതായിരിക്കും കൂടുതൽ. നിങ്ങളൊന്ന് ഓർക്കണം, ഇത്രയധികം ഗൗരവമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒരു MP നൽകിയിട്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ചലനമുണ്ടായോ? ഏതെങ്കിലും മാധ്യമ മുറികളിൽ പൊട്ടിത്തെറികൾ ഉണ്ടായോ? ഏതെങ്കിലും മാധ്യമ വിശാരദന്റെ കഥാപ്രസംഗം ഉണ്ടായോ? ഇല്ലല്ലോ. അതാണ് കോൺഗ്രസ്സുകാർക്ക് ലഭിക്കുന്ന ഈ വലിയൊരു പ്രിവിലേജ് എന്ന് പറയുന്നത്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ജോസിൽ സെബാസ്റ്റ്യനിലേക്ക് പോവുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകാനായിട്ട്. ജോസിൽ കൂടി ഇടുക്കിയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നോക്കാം എന്താണ് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടെന്ന്. ജോസിൽ, ഗുഡ് മോർണിംഗ്. ഈ കൊലപാതകികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നതാണോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട്? ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, ആ കത്തി എവിടെയെന്ന്. ആ കത്തി ഞങ്ങളുടെ കൈകളിലുണ്ടെന്നല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർ കണ്ണൂരിൽ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്. ഇതിൽ പരമൊരു തെളിവ് ഡീൻ കുര്യാക്കോസിന് ഇനി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണോ? ഒരു ഉത്തരവാദിത്തപ്പെട്ട MP ആണ് കൊലപാതകികളെ സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്. മനു, ഗുഡ് മോർണിംഗ്. ഈ ഒന്നാം പ്രതിയായ നിഖിൽ പൈലിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ കത്തി എവിടെയെന്നുള്ള ചോദ്യമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പോൾ ഈ കത്തി കുത്തിയതിന് ശേഷം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് നിഖിൽ പൈലി മറുപടി കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിഖിൽ പൈലി പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഈ കത്തിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തി. എന്നാൽ ആ കത്തി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇപ്പോൾ സംസാരിച്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന സെബിൻ എബ്രാഹാം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് ഈ ധീരജ് കേസ് യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായി കൊലപാതകൾക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഹാജരായ DCCയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് KB സെൽവം, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് മോബിൻ മാത്യു എന്നിവരുടെ കൈവശമുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സെബിൻ എബ്രാഹിമിൻ്റെ ഭാഗത്ത് നിന്ന് വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം വിളി കണ്ണൂരിൽ നിന്നുണ്ടാകുന്നത്. ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കും. അതിനെ സംബന്ധിച്ചാണ് ഈ ഡീൻ കുര്യാക്കോസിനോട് ഇന്നലെ നമ്മൾ പ്രതികരണം ആരാഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസ് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവർ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്, പ്രവർത്തകരാണ്, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഡീൻ കുര്യാക്കോസ് ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഒരു വാചകം പറയുന്നത്. നേരത്തെ ഈ വിവാദം ഉണ്ടായ സമയത്ത്, അതായത് സെബിൻ എബ്രാഹാമിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടായ ഘട്ടത്തിൽ ഡീൻ കുര്യാക്കോസിനോട് പ്രതികരണം ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ പ്രതികൾ മാന്യന്മാരും ജനപിന്തുണയുള്ളവരുമാണ് എന്നാണ് അന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഇവർ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കത്തി കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് ഇവർ നിരപരാധികളാണ്, ഈ പ്രതികൾ നിരപരാധികളാണ് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. പക്ഷേ അതിനെല്ലാം മുകളിൽ ധീരജിന് മാത്രമല്ല അന്ന് കുത്തേറ്റത്. അന്ന് ധീരജിനൊപ്പം തന്നെ സഹപാഠികളായ
അഭിജിത്തിനും അമലിനും ഒക്കെ കുത്തേറ്റിരുന്നു. അവരൊക്കെ വിദഗ്ധമായ ചികിത്സ നേടിയതാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അവരൊക്കെയാണ് ഈ കേസിൽ ദൃക്സാക്ഷികളായിട്ടുള്ളത്. അല്ലാണ്ട് ഈ തെളിവ് നശിപ്പിക്കൽ, അതായത് കത്തി നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ കുറ്റപത്രത്തിലുള്ളത്. അങ്ങനെ തെളിവ് നശിപ്പിക്കൽ അടക്കം ഈ കുറ്റപത്രത്തിലുണ്ട്. ഒപ്പം തന്നെ ദൃക്സാക്ഷികളായി ധീരജിൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ, അതുപോലെ തന്നെ ധീരജിനെ ആദ്യഘട്ടത്തിൽ ചികിത്സിച്ച് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ പരിശോധിച്ച ഡോക്ടർമാർ, ഒപ്പം തന്നെ അഭിജിത്തിനെയും അമലിനെയും പരിശോധിച്ച ചികിത്സിച്ച ഡോക്ടർമാർ, ഇങ്ങനെ കൃത്യമായ ദൃക്സാക്ഷി മൊഴികളുള്ള ഒരു കേസാണ്. അപ്പോൾ ഒരു കത്തി, ഈ തെളിവ് നശിപ്പിച്ച ഇവർ തന്നെ ഒളിപ്പിച്ച, യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒളിപ്പിച്ച കത്തി കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇന്നലെയും ഡീൻ കുര്യാക്കോസ് ഈ കേസിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, ഈ ഓരോ ഘട്ടത്തിലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ സംരക്ഷിക്കുകയും അവർക്ക് സംഘടനാ തലത്തിൽ പ്രൊമോഷൻ കൊടുക്കുകയും മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ ധീരജ് വധക്കേസിൽ മാത്രമല്ല ഇതിനകത്ത് ഒരു പ്രതിയായിട്ടുള്ള നമുക്കറിയാം നിതിൻ ലൂക്കോസ് വഞ്ചന കേസിൽ പ്രതിയായി. അതിനുശേഷം വാഹന തട്ടിപ്പ് നടത്തി വഞ്ചന കേസിൽ പ്രതിയായ വിവരം നമുക്കറിയാം. അതിനുശേഷമാണ് നിതിൻ ലൂക്കോസിനെ KSUവിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റായിട്ട് ഉയർത്തിയത്. അതുപോലെ തന്നെ വളരെ മാതൃകാപരമായ സമീപനം തന്നെയാണ് കോൺഗ്രസ് ആ വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും മാതൃകയാക്കാൻ പാടില്ലാത്ത സമീപനം. നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ട MP പറയുകയാണ്, അവരെ ഞങ്ങൾ സംരക്ഷിക്കും, അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്ന്. ഇത്രയധികം തെളിവുകൾ സഹിതം പ്രതിയാക്കപ്പെട്ട ഈ പൈലി അടക്കമുള്ളവരെയാണ് ഇവിടെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിതിൻ ലൂക്കോസിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. മറ്റൊന്ന് നിഖിൽ പൈലി, നിതിൻ ലൂക്കോസ് വേറെ കേസുകളിലടക്കം പ്രതിയാണ്. ഇവരെയൊക്കെ സംരക്ഷിച്ചിട്ട് പറയുവാണ് ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണെന്ന്. ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, ഒരു ചർച്ചയും വേണ്ട, ഒരു പൊട്ടിത്തെറിയും വേണ്ട, ഒരു കഥാപ്രസംഗവും വേണ്ട. മാധ്യമ മുറികളൊക്കെ ശാന്തമായിരുന്നു, അടുപ്പുകളിൽ ചർച്ചകൾ ശാന്തമായിരുന്നു, 8 മണി സൂര്യനൊക്കെ അസ്തമിച്ചു പോയിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രിവിലേജ് കൊണ്ടാണ് ഈ അഹങ്കാരമൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.